ലോഡ് ഇറക്കാൻ വേണ്ടി വണ്ടി പിടിച്ചിട്ടേക്കാണ്. നമ്മൾ ഇന്നലെ വൈകുന്നേരം തന്നെ എത്തി. ഇന്നലെ ഉച്ചയായപ്പോൾ എത്തി. ഇവിടെ 2:30 ആയപ്പോൾ എത്തി എറണാകുളത്ത്. ഇന്നലെ നമുക്ക് ലോഡ് ഇറക്കി തന്നില്ല, അവന്മാർ നമ്മളെ പറഞ്ഞ് പറ്റിച്ചു. ഇന്ന് രാവിലെ നമ്മൾ രാവിലെ തന്നെ ലോഡ് ഇറക്കി തരാനാണ്. വണ്ടി പഴുതെല്ലാം അഴിച്ച് ലോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇട്ടേക്കുക കേട്ടോ. രാത്രി നല്ല മഴയായിരുന്നു. പിന്നെ ഇപ്പോൾ ചവിട്ടി ഇറങ്ങേണ്ടതൊക്കെ വെള്ളം കേട്ടോ. 190 ബൈക്കോളം ഉണ്ട്. ഇതുണ്ട്, ഇത് വെച്ചാൽ ഒക്കെ ഉണ്ട്. ഇത് അപ്പുറത്തെ കമ്പനിയാണ്, എറണാകുളത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടോ. വേറെ ഗോഡൗണാണ് ഇത്. ചെറിയൊരു ഗോഡൗൺ ഉണ്ട്, കൂടാതെ വേറൊരു ഗോഡൗൺ. അപ്പം അങ്ങനെയാണ് കാര്യം. അപ്പോൾ ലോഡ് ഇറക്കിയിട്ട് ഇനി നേരെ വീട്ടിലേക്ക്. ഞങ്ങൾ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു. ഞങ്ങളങ്ങ് പോവാം, പാലായിക്ക് പോവാം. കാലിയാണ്. കാര്യം പറഞ്ഞാൽ ഇന്ന് ഓട്ടോ ഉള്ള, ഡൽഹിക്ക് ഓട്ടോ ഉണ്ട്. ഞങ്ങൾ എടുക്കുന്നില്ല, വയ്യ. അതുകൊണ്ട് ഇനി തിങ്കളാഴ്ച കാണുമായിരിക്കും, പറയാൻ പറ്റില്ല. ഈ ഞായർ, ഇന്നും നാളെ ഏതായാലും അവധിയാണ്. ബാക്കിയൊക്കെ ആഴ്ചയാണ്. ഇത് കാക്കനാട് ടൗണിലൂടെ ഞങ്ങളങ്ങ് പൊക്കോണ്ടിരിക്കുന്നു. നല്ല ബ്ലോക്കുണ്ട്, റോഡ് പണി നടക്കുന്നുണ്ട്. ഇതെല്ലാം തിരക്കിനിടയിലൂടെ അങ്ങ് പോവാ. കാണിച്ചു തരാം കേട്ടോ. ഞാൻ പണ്ട് ജോലി ചെയ്ത് കഴിഞ്ഞു ഒരു കട കാണിച്ചു തരാം. +2 ഒക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത് ടെക്സ്റ്റൈൽസിലാണ് ജോലിക്ക് കയറുന്നത്. സെയിൽസ്മാനാണ്. 4500 രൂപ, 4250 രൂപ. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്. ഇതിന് പോകാം. ഇൻഫോ പാർക്ക് കവാടമാണ്, മെയിൻ കവാടം. വഴി വലിയ വീഴ്ചയില്ലാത്തതുകൊണ്ട് ഇതേപോലെ നമുക്ക് അപ്പുറത്ത് വരാം. മാറ്റി കൊടുക്കാം. നമുക്ക് നേരെ പോകുന്നതല്ലേ എളുപ്പം. കാക്കനാട് ഇനി ഇരുമ്പാനം ചെന്ന് ചാടും. ഇരുമ്പാനം ചാടും. ഇരുമ്പാനത്ത് നിന്ന് തിരുവാങ്കുളം, മുളന്തുരുത്തി, ചോറ്റാനിക്കര കൂടി മുളന്തുരുത്തി ആടി തലകോളം. തിരക്കായിരിക്കും, ട്രാഫിക് ഉണ്ടാവും. കൊച്ചി വാട്ടർ മെട്രോയുടെ ഏരിയ കേട്ടോ. വാട്ടർ മെട്രോയുടെ ഒരു പോത കയറി കിടന്നുണ്ട്. അല്ലേ? അതെ, പോത കയറിയിട്ട് കരഞ്ഞത് കായലിൻ്റെ ഒക്കെ ഇട്ടിരുന്നില്ലെങ്കിൽ ചുമ്മാ കേരളത്തിലെ ക്യാമറയ്ക്ക് ഒരു പണിയുണ്ടാവില്ല. അടിച്ചല്ലെങ്കിൽ നന്നാക്കി തരും നമ്മളെ. വീട്ടിൽ ചെല്ലുന്ന വീട്ടിലോട് ഭയങ്കര. പിന്നെ ഫൈൻ അടയ്ക്കാൻ തന്നെ ഓട്ടം പോകേണ്ടി വരും കേട്ടോ. കമ്പനിയിലെ ഫുഡ് 40 രൂപയ്ക്ക് ഊണ് നല്ല അടിപൊളി ഊണായിരുന്നു അല്ലേ? ഉറപ്പായിരുന്നു. കമ്പനിയിൽ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ക്യാൻറ്റീനിലെ അടിപൊളി ഫുഡ്, നല്ല ഫുഡായിരുന്നു. തിരക്കും അങ്ങനെ വെള്ളമൊന്നുമില്ല. ചായ കടിക്ക് മാത്രം, ചെറുകടിക്ക് 6 രൂപ, പഴംപൊരി 6, ഉഴുന്നോടെ 6, ഏത്തയ്ക്കാപ്പൊടി 6, മറ്റേ മുട്ട ബജി 6, 25 രൂപയ്ക്ക് ടിഫണ്, 40 രൂപയ്ക്ക് ഊണ്. കൊള്ളായിരുന്നു അല്ലേ? പത്തായിരുന്നു. 4 പൂരി അല്ലേ? 4 പൂരിക്ക് 25 രൂപ അല്ലേ? 4 പൂരിക്ക് 25. നല്ല ചൂട് പൂരിയായിരുന്നു. അന്നേരം ഉണ്ടാക്കി തന്നു. ഇന്ത്യൻ ഓയിൽ ഇന്ത്യൻ ഓയിൽ റൈറ്റ് സൈഡിൽ മറ്റേ ഇതും കാണും, ഭാരത. ഇതിൻ്റെയും കൂടെ ലൈസൻസ് നല്ല ഈ സാധനം ടാങ്കർ ഓടിക്കാൻ പറ്റും.
തവണ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഭാരത് പെട്രോളിന്റെ കമ്പനി പമ്പാണിത്. അതൊക്കെ അതിനകത്ത് കുറവുണ്ട്. ഭാരത് ലിമിറ്റഡ് ഇതാണ് ഭാരത് പെട്രോളിയത്തിന്റെ റഫിനറി. പൈസ ഇല്ല. പിന്നെ മത്സരിച്ചാണ് ഇതിന്റെ പൈസകള് ഇരുമ്പനം പാലം. ഇരുമ്പനാവും. പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരുമ്പനായി. ഞാൻ ഇവിടെ ആയിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ മറ്റേ പുലിവൽ കല്യാണം ഇല്ലേ, അതിൻ്റെ അകത്ത് അമ്മമാര് ഞാടുന്ന കുളം. ഹരിശ്രീവാസവനും സലീംകുമാറില്ലേ, ഹരിശ്രീവാസവനില്ലേ, കഴിഞ്ഞ് പിന്നെ വന്ന് ഫയർഫോഴ്സൊക്കെ വന്ന് ആ കുളത്തിലാണ് ഞാൻ താമസിച്ചോണ്ടിരുന്നത്. അവിടെ കുളത്തിലായിരുന്നു ഞങ്ങളൊന്ന് കുളിക്കുന്നത്. മിക്കവാറും ഒന്നും കുളിക്കുക നല്ല ആരോഗ്യം ഉണ്ടോ. ഈ കാണുന്ന ചൈത്രൻ ടെക്സ്റ്റൈൽസ് ഇല്ല, ലെഫ്റ്റ് സൈഡിലൊരു ചൈത്ര പതിയെ കാണിച്ചു. അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചൈത്രൻ ടെക്സ്റ്റൈൽസ് ഇല്ല, ചൈത്ര ഇതാണ്. ഈ കാണുന്ന തിരുമനത്തതാണ്. ഇത് ഏത് ഇന്ത്യൻ ടയറൈൻ, ലൂയിസ് ഫിലിപ്പ്, ഏത് ബ്രാൻഡഡ് കമ്പനിയുടെ സെക്കൻഡ് മെറ്റീരിയൽ കിട്ടണം ഇവിടെ വന്നാൽ മതി. വളരെ ചീപ്പ് റേറ്റ് ആയിരിക്കും. സെക്കൻഡ് ബ്രാൻഡഡ് കമ്പനികളുടെ സെക്കൻഡ് മെറ്റീരിയൽ ഇവിടെ കിട്ടും. അതായത് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി റിജക്റ്റഡ് മെറ്റീരിയൽ, എക്സ്പോർട്ട് റിജക്റ്റഡ് മെറ്റീരിയൽ ഇവിടെ കിട്ടും. ഷർട്ട് ആയാലും പാൻറ് എല്ലാം. ഞാൻ ഇവിടെ കുറച്ചു കാലം വർക്ക് ചെയ്തതാണ്, 1.5 കൊല്ലം വർക്ക് ചെയ്തതാണ്. നമ്മുടെ കടകളിൽ ഭൂരിഭാഗം ഈ എന്താ പറയുക, ഫ്രീക്കന്മാരുടെ കടയില്ലേ, മെൻസ് ജെൻസിന്റെ കട, ആ വരുന്ന മുഴുവൻ ഇവിടുന്ന ബാബുരാജൊക്കെ ഇടുന്ന പകുതി ഡ്രസ്സ് ഇവിടുത്തെ. ബാബുരാജ് ഇവിടെ വന്ന് മിക്കവാറും വരുന്നത്, മിക്കവാറും എല്ലാ ദിവസവും വരും. നമ്മുടെ ഒരുമാതിരിപ്പെട്ട ചാനലിലുള്ള എല്ലാവരും വന്നെടുക്കുന്ന ഡ്രസ്സ് കടകൾ. അവിടെ ഉണ്ടായിരുന്നു. തിരുമ്പന സിഗ്നൽ എത്തി. ചെറുതായിട്ടൊന്നും കത്തിയില്ല. മലയാളികളുടെ ചങ്ക് പൊടിയും. ലെഫ്റ്റിന്ന് റൈലിലേക്ക് പോകുന്നു. ഇങ്ങനെ പിടയ്ക്കണ്ട ആദ്യം. അവനതിനൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ആദ്യം റൈറ്റ് പോകാനുള്ളവനാണെങ്കിൽ അവന് റൈറ്റ് സൈഡ് ട്രാക്ക് ചെയ്തല്ലേ, ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് റൈറ്റിലേക്ക് പോകും. എന്ത് ചെയ്യാൻ പറ്റും? നേരെ പോകേണ്ട വണ്ടികൾ ഒന്ന് ഓടി വന്നതിന്റെ വളരെ പ്രശ്നം ഇട്ട് കൊടുക്കും. പിന്നെ അവിടെ ഒരു ജാമായി. അത് അവന്റെ നിന്ന് പൈസ ചോദ്യം ചോദിച്ചാൽ കണ്ണില്ലെന്ന് ചോദിക്കും. ചിലപ്പോൾ ഇൻഡിക്കേറ്റർ പോലെ ഇട്ടിട്ട് കാണില്ല. അതെല്ലാം വലിയ ചെറിയ റോഡ് ഒരു 3 ലൈൻ റോഡാക്കണം. തിരക്കിൻ്റെ ഇടയ്ക്ക്
വെക്കേണ്ട, പോസ്റ്റിന്റെ ചൂട്ടി കൊണ്ടുപോകാൻ കൊണ്ട് വണ്ടി പൊട്ടി അതാണ് അത്രയും ഒറ്റ വരുന്ന അവിടെ എത്രയും ബ്ലോക്ക് ഉണ്ടാവും. കണ്ണും കാണത്തില്ല. പ്രായമായ ഒരു ഡ്രൈവർമാരെയൊക്കെ വെച്ച് വണ്ടി ഓടിക്കണം, കണ്ണും കാണത്തില്ല, പേടിയൊക്കെയാണ്. പിന്നെ അപകടം ഉണ്ടാകും. ചേട്ടാ ഫ്രണ്ടിൽ കയറി വന്നിട്ട് മ്യൂസിയം വരും. ഇവിടെ പാലസ് പാലസ് ഈ പാലസ് 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 മ്യൂസിയം കൊട്ടാരം. അന്ന് പണിത് പണിയൊക്കെ നോക്കിയല്ലേ എൻ്റെ രസം. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുമോ? നമ്മുടെ വലിയൊരു മരുന്ന പടി വന്ന് നേരെ കയറ്റുക. ബാക്കി അവസ്ഥ വരുത്താൻ കാരണം നമ്മൾ ഇത്ര വണ്ടിയുടെ പുറകിലായെന്നറിയാം. കാറുകാരൻ യൂണിറ്റ് പുറകിലായിരുന്നു. 1.5 കിലോ 100 ഏത്തപ്പഴം. ലെഫ്റ്റ് കാണുന്നതാണ് വിദേശ ഭക്ഷ്യശാല. വിദേശ ഭക്ഷ്യശാല എവിടെ? ലെഫ്റ്റ് സൈഡിൽ പ്രേമി കൗണ്ടറാണ്. തൊട്ട് മേളിലെ ജിമ്മ്, അപ്പുറത്തെ കട, എന്തൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള വേണം എടുത്തോളൂ. ആ സെൽഫ് സർവീസ് ആണല്ലോ, പ്രേമി കൗണ്ടറല്ലേ. വിട്ടുപോ വിട്ടുപോ. ഇതിലും ഇതിൻ്റെ 4 വിലയിലടുത്ത് നമ്മൾ ഓടിപ്പോകുന്നത്. പിന്നെ നമ്മള് വേറെ വീട്ടിലേക്ക് വീട്ടിൽ പോയി 2 മണിക്ക് സുഖമായിട്ട് കിടന്നു. ഇവിടുത്തെ ഓൾഡർ വാങ്ങി എത്രയാ? 1000. ഇവിടുത്തെ ഓൾഡ് 1200 രൂപ ലോകമായിരിക്കണം.
മാജിക് മാജിക് മൊമെന്റ് 1500 രൂപ അടുത്താവും. നമ്മളെ കർണാടക ഇത്ര ഇല്ല വില കൂടിയിട്ടുണ്ട്. കാരണം പണ്ട് 1200 കർണാടക ഞങ്ങൾ അവിടുന്ന് മേടിച്ചില്ല. പിന്നെ ഇവിടുന്ന് കർണാടക എത്രയാ ഗോൾഡ് വാങ്ങിനാ? 500 രൂപയേ ഉള്ളൂ. അതെ, ഇവിടെയോ നേരെ ഡബിളല്ലേ. അല്ല അവിടുന്ന് മേടിച്ചില്ല, പിന്നെയല്ലേ ഇവിടുന്ന് മേടിച്ചത്. അവിടെ ഉള്ളിന് 500. ബ്രാഹ്മൺസ് ഒക്കെ ഉണ്ടോ? 1200 ആണെന്ന് തോന്നുന്നു. 1200 ആയിരിക്കണം. മേടിക്കേണ്ടതായിരുന്നു. സെയിൽ പോലെ വിട്ടു വന്നതുകൊണ്ട് പിന്നെ അതിനൊന്നും അതുകൊണ്ട് തിങ്കളാഴ്ചത്തെ കൊണ്ട് നിനക്ക് ലീവ് എടുക്കാൻ പറ്റുമെന്ന് കേട്ടു. ലീവ് എടുക്കാത്തോളാം. നോക്കട്ടെ. നമുക്ക് ലോഡ് എടുത്ത് പോകാൻ നോക്കാം. അല്ലെങ്കിൽ പിന്നെ എന്നാൽ എവിടെ ഇരുന്ന് ഉള്ള പൈസയും തീർക്കുന്നതിന് വേണം. തോന്നുന്നില്ല ഇതിപ്പം ഇവിടുത്തെ തിരക്കാണ്. ഇനി മൂവാറ്റുപുഴയ്ക്ക് തിരിയാനുള്ള ഇതാണ് ഇത്രയും തിരക്കേ. മൂവാറ്റുപുഴ ആ റോഡിലോട്ട് തിരിയാനുള്ള തിരക്കാണ്. അവിടുന്ന് ഇവിടുന്ന് എല്ലാം വണ്ടി വന്ന് മേടിക്കൊണ്ടിരിക്കുമല്ലോ. വൈകിട്ട് ഇവിടെ ഒരു രക്ഷയില്ല. 4 മണിയാവാം. അപ്പം പിന്നെ വലിയ അനങ്ങുന്ന വല്ലതും ഉണ്ടെന്ന് വിചാരിക്കാം. കടം മേടിച്ചതൊക്കെ എന്നാ ചെയ്യുമെന്റെ സേട്ടാന്നാണ് ഞാൻ ആലോചിക്കണേ. ഞാനും മേടിച്ചിട്ടുണ്ട് കുറേ. ഞാനും മേടിച്ചിട്ടുണ്ട്. ആ അമ്മുണ്ട്. പേടിക്കണ്ട. നമ്മള് ചോറ്റാനിക്കര അമ്പലം എത്താറാകുന്നു. നമ്മള് അതിനോട് ചേർന്ന് വന്നു. വീതി കുറവായതുകൊണ്ട് നല്ല ബ്ലോക്കായിരിക്കും ഈ റോഡിലെത്തും. ഇതൊക്കെ വികസനം വരേണ്ട കാലം കഴിഞ്ഞു അല്ലേ? ഇത്ര ഒരു ഭക്തര് വരുന്ന സ്ഥലം. നേരെ പോകാം. അമ്പലത്തിൽ പോയി അല്ല ശരി. ഇതിലേലും വിട്ടോ. എത്ര അടുത്ത് വന്നിട്ടേ നമ്മളെ അമ്പലത്തില് പോയി നേർത്തിടാ പോകുന്നത് ശരിയല്ലല്ലോ.
സൺബേസിൽ ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യുമോ? ബസ് കിടക്കുന്നതൊന്ന് ആണ്ടേ. ആ സോളോനെ കയറ്റി വിട്ടേക്ക്. വന്നവനാടായത് ഇവിടത്തിന്റെ ഫ്രണ്ടിലായിട്ടില്ല. സൂക്കേടാന്ന് നോക്കിയോ? അമ്പലം വരെ വരാനാട്ടോ അതിൻ്റെ തുടക്കം. നവരാത്രി ഉത്സവത്തിൻ്റെ അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും കയറ്റി ഒന്ന് നിർത്തിയിട്ടേ. നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല, ഫോട്ടോ. ബസ് സ്റ്റോപ്പിൻ്റെ ഇവിടെ ഇട്ടാ ജസ്റ്റ് ഇവിടെ നിന്നിട്ട് ഇവിടെ ഇട്ടാ എല്ലാം അറിയുമോ? ആ ചേട്ടനോട് പറഞ്ഞിട്ടോ. ഞങ്ങളങ്ങനെ മുളന്തുരുത്തി റെയിൽവേ ഗേറ്റിൻ്റെ അവിടെയാണ്. ഒരു ട്രെയിൻ അങ്ങ് പാസ് ചെയ്ത് പോയി. ഞങ്ങൾ വന്ന് നിൽക്കാൻ പാസ് ചെയ്തു. ഇനി ഉണ്ടോയെന്നറിയില്ല. പൊക്കുക വണ്ടി എടുക്കട്ടെ. അങ്ങനെ റെയിൽവേ ഗേറ്റ് പാസ് ചെയ്ത് നമുക്കങ്ങ് പോകാം. ഇങ്ങോട്ടും ഇഷ്ടം പോലെ വണ്ടി വരാൻ കിടപ്പുണ്ട്, അങ്ങോട്ടും പോകാൻ കിടപ്പുണ്ട്. മുട്ട എത്രണ്ണോ ഇരിക്കുന്നത് നോക്കി. അതെ 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 അതെ. ഓരോ ഡ്രൈവിങ് എടുത്തോണ്ട് ഇതിൻ്റെ മറ്റേ ഇതുണ്ടായിരുന്നു. ഇറങ്ങി ചെന്ന ഒരു ഡ്രൈവിങ് എടുത്തോണ്ടോ നമ്മൾ മുട്ട പിടിച്ച് 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 അങ്ങ് പോകാം. പച്ചയായാലും സാരമില്ല. അല്ല മറ്റേ ഇതില്ലേ നമ്മളെ കണ്ട കുത്തുന്ന അതിൻ്റെ പേന ഏതാ കണ്ട കുത്തുന്ന ഇതില്ലേ? ഷൈപ്പാനാ. അതുണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇൻവേർട്ടർ ഉണ്ടല്ലോ അല്ലേ? അടിപൊളി. നമുക്ക് വേണം മാർഗമൊക്കെ ഉണ്ട്. മറ്റേ വെള്ളം ചൂടാക്കുന്ന സാധനത്തിൻ്റെ അകത്തോട്ട് പൊട്ടിച്ചങ്ങ് ഒഴിക്കുക. വേണ്ട വെള്ളം പുഴുങ്ങി അടിക്കും. പുഴുങ്ങി നീ പച്ചക്ക് കുടിക്കേ കുടിക്കണോടാ. അല്ല അടപ്പം ടേസ്റ്റാ. മധുരോ ഭയങ്കര വായിനാറ്റം. പിന്നെ മുട്ട കുടിച്ചിട്ട് നല്ലോണം തേച്ചിട്ട് തേച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ അടുത്ത് നിന്ന് ഒരുത്തന് നമഹ എന്നൊന്ന് പറഞ്ഞേക്കല്ലേ വീഴും. മുട്ട വായി ഏതോനോടൊന്നും ദേഷ്യം ഉണ്ടെങ്കിൽ ഉണ്ട്. മുട്ട അതെ മുട്ട കുടിച്ചിട്ട് വന്നേ നോക്കി രണ്ട് വർത്താനം പറഞ്ഞാൽ മതി. പിന്നെ അടുത്ത പോലും നിൽക്കുക. ഗ്രീക്കനോ 90 വയസ്സായി. അടുത്ത ബിവറേജ് ആണ് മുളന്തുരുത്തി പള്ളിത്താഴത്തെ ബിവറേജ് ആണ്. മേളി പ്രീമിയം കൗണ്ടറും താഴെ മുകളിൽ പ്രീമിയം കൗണ്ടറുണ്ട്. നല്ല ഡീസൻ്റ് ആയിട്ട് പെരുമാറുന്നവരാണ് ഇവിടെ മേളി പ്രീമിയം കൗണ്ടർ ഇരിക്കുന്നത്. അനുഭവം ഒരു ചെല്ലുക മേടിക്കുക. മാമനും ഉണ്ട് കൂടെ. അതെ അവിടെ ഒന്നും പേടിക്കണ്ട. മേടിച്ചോണ്ട് ഇറങ്ങുക. അപ്പൊ തന്നെ ഫൈൻ തരും. പോവുക. രണ്ട് സർക്കാർ തന്നെ. അതെ എല്ലാം കിടക്കുന്ന നമ്മള് വെളിയിലാർക്കും കൊടുക്കുന്നില്ല. എല്ലാം അകത്ത് തന്നെ ഇവിടെ എല്ലാം ഗവൺമെന്റ് എല്ലാം നമുക്ക് വേണ്ടിയാ. അതെ അങ്ങോട്ട് ചെയ്തു തരുന്നത് അതുപോലെയാണല്ലോ. അതുകൊണ്ട് പിന്നെ കൊടുത്തേക്കാം. പിണറായിക്ക് വേണ്ടി എല്ലാം. ഈ ബസ്സുകാരൻ കുറച്ചുകൂടായല്ലോ ഇങ്ങനെ നിർത്താൻ തുടങ്ങിയിട്ട്. ഫാഷൻ ജ്വല്ലറി മുളന്തുരുത്തി പള്ളിത്താഴം എത്തിയിട്ടുണ്ട്. നെറ്റല്ല നേരെ 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 പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾ പുറം കൂടി പോകണം. പുറവും കൂടി വേണേൽ പോകാമായിരുന്നു. വേണ്ട നമുക്ക് നേരെ പോകാം. നേരെ പോയി വേക്കർ റോഡ് കയറി പോകാം അല്ലേ? അതെ അതെ പെരോൺ റോഡ് പൊള്ളിയല്ല പൊളിഞ്ഞു. അതാകുമ്പം വലിയ തിരക്കുണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചങ്ങ് പോകാം.
റൈമാ ചേട്ടൻ സൈക്കിളും തോണ്ടി അല്ലൊരു മുസ്ലിം പള്ളിയാണെന്ന് തോന്നുന്നല്ലോ. മുസ്ലിം പള്ളി കുരിശടിയാണ്. കുരിശുപള്ളി വള്ളക്കുരിശ് അവിടെ വെച്ചേക്കുന്ന കാണുമ്പോൾ മുസ്ലിം പള്ളിയാണ്. കുരിശുള്ളത് നന്നായി. സ്ഥലപ്പേര് വള്ളക്കുരിശ്. വള്ളക്കുരിശ് കൊന്തുരുത്തി കഴിഞ്ഞ് വള്ളക്കുരിശായി അല്ലേ? വരുമ്പള്ളി മരട് കൊച്ചി ജോർജിയൻ സ്കൂൾ. അതല്ല ജോർജ് അല്ലല്ലോ, എന്താ പേര്? ഗ്രിഗറിയൻ സ്കൂൾ. പറയാൻ പറ്റും പിള്ളേർക്ക് എന്റെ ബ്രിട്ടീഷ് പേരാ ഗ്രിഗറി. മനസ്സുള്ള സ്വാമി ക്ഷേത്രം. സ്കൂൾ ബസ് ആയോണ്ടേ ഒരു മടിയാ. ഏതായാലും മേടിച്ചു. പിന്നെ തെറ്റിയില്ല. ചേച്ചി പിന്നെ കയറ്റി പിടിയാലോ ഒരു നമ്മൾ കയറാൻ തുടങ്ങുമ്പോൾ കാല് കൊടുക്കും. സൈഡിൽ പോകാറായിട്ട് സന്തോഷം മാത്രം. ഓണം പലതവണ ഓണം അടിച്ചു സ്ഥലവും ഉണ്ടായിരുന്നു. മനഃപൂർവ്വം കയറ്റി വിടാത്തല്ല, സൈഡ് കൊടുക്കാൻ അറിയത്തില്ല. അതെ, എന്നാ ഓട്ടോമാറ്റിക് വേണ്ടി എന്നാ അവിടെ സൈഡിലോട്ട് നിർത്തി തരുവാണെങ്കിൽ കുഴപ്പമില്ല. വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന കാലത്തെ ഈ പറഞ്ഞു കൊടുക്കുന്നവരുണ്ടല്ലോ, ഒരു സെന്ററിൽ കൂടെ മാത്രം ഓടിക്കും, ആർക്കും സൈഡ് കൊടുക്കാതെ ഓടിപ്പിക്കുന്ന രീതിയാണ് അങ്ങ് പറഞ്ഞു കൊടുക്കും. പെണ്ണുങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത്. അറപ്പ് മാറ്റാതെ പഠിപ്പിക്കും. റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പം കണ്ടില്ല, നമ്മൾ നല്ല പെൺപിള്ളേർ നല്ല കിടുക്കാച്ച് വണ്ടി ഓടിക്കും. എന്നാ റേസിങ്ങിനൊക്കെ തോന്നില്ല വണ്ടി ഓടിക്കും. പോക്കാന്നറിയാമോ? നല്ല ഡ്രൈവർമാർ നല്ല വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നവരുടെ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നു. ഇവിടുത്തെ പോലെ എങ്ങനെയെങ്കിലും വണ്ടി ഓടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസ് എടുത്ത് കൈ കൊടുക്കും. 10 രൂപ മേടിക്കും.
നേരത്തെ ഒക്കെ എടുത്തേക്കുന്നൊരു പകുതി ഓടിച്ചു കാണിക്കാതെ എത്രയോ പേര് ലൈസൻസ് എടുത്ത് വെക്കുന്നവരുണ്ട്. നമുക്കറിയാം. പെണ്ണുങ്ങൾക്കൊക്കെ അവർ വണ്ടി ഓടിക്കാൻ വീട്ടിൽ നിന്ന് വല്ലതും ഉരുട്ടാൻ പഠിച്ചാലും തെറ്റിയാലും കുഴപ്പമില്ല. അവർക്ക് ലൈസൻസ് ആണ്. ലൈസൻസ് കിട്ടും, അതാണല്ലോ പൈസയും കൊടുക്കുമല്ലേ. കുറവലങ്ങാട് ഇനിയിപ്പം നമ്മൾ തിരിയുന്നത് പാലായ്ക്ക്. ഇതിന്റെ ടീച്ചറാണല്ലോ എന്നെ പഠിപ്പിച്ച ടീച്ചർ. ഓ ആ ശീലമൊന്നുമില്ല. ടീച്ചറൊക്കെ ശരി. എന്നെ സോഷ്യൽ സയൻസ് പഠിപ്പിച്ച ടീച്ചർ. സോഷ്യൽ സയൻസ് ബയോളജി ടീച്ചർ, സോറി ബയോളജിയാണ്. ദൂരെ യാത്ര ചെയ്യുന്നല്ലേ? 50 കിലോമീറ്റർ അല്ലേ? എന്നാലും സമയത്തെ എത്തുന്നു. രാവിലെ അവിടെ എത്തട്ടടാ. 8:30 ആകുമ്പോൾ എത്തുമായിരുന്നു. എപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഏകദേശം 10 കിലോമീറ്റർ വേണം. ആളുകളൊന്നും വിചാരിക്കുന്നു കറക്റ്റ് കിലോമീറ്റർ ഒന്നും നോക്കിയിട്ടില്ല. പള്ളികളിലെല്ലാം പെരുന്നാളും ഒക്കെയാണ്. പ്രിന്റ് ഒക്കെ ചെയ്യുന്ന അവിടെയുണ്ട്. അതേ സംഭവം അറിയുന്നവർ കമന്റ് അടിക്കും. ഞാൻ കുറെ നാളായിട്ട് അടച്ചിട്ടൊക്കെ സഫാരി എത്തണേ. അങ്ങനെ മരങ്ങാട്ട് പള്ളി എത്തി. അതാണ് സഫാരി ചാനൽ. മേലത്തെ ആ ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെ സഫാരി ചാനലിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. യാത്രാ വീഡിയോകൾക്കായി നമ്മുടെ ചാനലും അല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. സഫാരി